യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആകയാൽ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിയമാവർത്തനം 7-ാം അധ്യായം 11-ാം വാക്യം. ദൈവം ഇസ്രായേലിനോട് ഒരു കൽപ്പന കൊടുക്കുകയാണ്. ശാസനമായിട്ടല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്നുള്ള ഉത്ബോധനമായിട്ടും അവരുടെ നന്മയ്ക്കുള്ള ഒരു ഉറപ്പിക്കലായിട്ടും ഒരു ഓർമ്മപ്പെടുത്തലുമൊക്കെ ആയിട്ടാണ് ദൈവം അവരോട് സംസാരിക്കുന്നത്. ആകയാൽ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു ഭീഷണിയല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. എന്തെന്നാൽ ഈ അനുസരണം യഥാർത്ഥത്തിൽ നന്മയായിരിക്കുന്നവ ആയതുകൊണ്ട് അത് നമ്മുടെ രക്ഷയ്ക്കും ജീവന്റെ സമൃദ്ധിക്കും കാരണമാകും. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനുമാണ്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനുമായി എന്നാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതിന്റെ എല്ലാം അനന്തരഫലം നമുക്ക് ജീവൻ ഉണ്ടാവുകയും അത് സമൃദ്ധമാവുകയും ചെയ്യും എന്നുള്ളതാണ്. കൽപ്പന നമ്മൾ പാലിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയുകയും ആനന്ദം ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ ആന്തരികമായും ബാഹ്യമായും സ്വാതന്ത്ര്യത്തിലേക്കും നമ്മൾ നയിക്കപ്പെടുകയും അങ്ങനെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നിയമാവർത്തനം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവം ഇസ്രായേലിനെ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൊടുക്കുന്നത്.